my group Beyond Boundaries with B. Traveling has always been my passion, and I have started moving around the world since 2008 with my group. 2022 I retired from service. After that I realized that I should include my teachers and senior colleagues into this group. The thought behind this move was to boost their morale, adding life to their years, making their life more meaningful, colorful and vibrant. ഈ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ഒരു സീനിയർ വൈബ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ലാസ്റ്റ് ഇയർ. ആൻഡ് ലാസ്റ്റ് ഇയർ വി സ്റ്റാർട്ടഡ് ഓഫ് 4-5 ലൊക്കേഷൻ ഓൾറെഡി ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ഓൾവേസ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തെ പരിപാടികളാണ് അറ്റ് ദ മോസ്റ്റ്. And seeing their happiness and enthusiasm, it gave me immense happiness. See all the happy faces. So that boosts my energy to do more and more. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിന് ഇതിൽ കൂടുതൽ എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും? People who have made me what I am today. So I am planning to widen this circle as the years come. ഇപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു ഇതിലേക്ക് പോകുന്നതാണ്. അത് കവറിങ് ആലപ്പി, അമ്പലപ്പുഴ എക്സെട്ര. സോ വരൂ, നമ്മൾക്ക് ഒരുമിച്ച് പോവാം അവിടേക്ക്, കാഴ്ചകൾ കണ്ടു മടങ്ങാം. താങ്ക് യു. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ പൂമീൻ തുള്ളാട്ടമായി. കഥ പറയും കാറ്റേ പവിഴത്തിരമാലകൾ കണ്ടാരുളയും കടലമ്മ വിളങ്ങണ കണ്ടേ ചെല്ലമഴ
തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ മുന്നില്ലാതും ഞാനൊന്നു തൊട്ടപ്പോ നീരക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കര തുണ്ടാണ് കണ്ടതയ്യ എന്തിന്ന് നോക്കണേ ചന്തീര നീ ഞങ്ങളെ അയ്യോ ചന്തീര നീ ഞങ്ങളെ ഞാനില്ല മേപ്പോട്ട് ഞാനില്ല മേപ്പോട്ട് കോളിളക്കം കുഞ്ഞാലി തറവാട്ടിൽ കോപ്പുള്ള തറവാട്ടില് കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല നേരം വെളുത്തപ്പം കാണുന്നില്ല കോഴിക്കോട് ഞാനിപ്പോൾ ഈ തൊഴിലിൽ കയറിയിട്ട് ഏകദേശം ഒരു 15 വർഷമായി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായി. ഇതിന് മുമ്പ് എല്ലാവരും വളരെ സേഫ് ആൻഡ് ഹാപ്പിയാണ്. കാരണം മാഡം ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ്. താങ്ക് യു. ഐ എം സോ ഹാപ്പി. നിങ്ങളെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ബേസിക് കാര്യങ്ങൾ സ്റ്റെപ്സ് എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ ആൻഡ് ഐ വിൽ ബി ഹിയർ, കൂടെ ഉണ്ടാവും കേട്ടോ. ധൈര്യമായിട്ട് ഇരിക്കുക. ഓക്കെ, മുന്നോട്ട് നോക്കുക, ഫോക്കസ്. ഓക്കെ, സ്റ്റിയറിംഗ് കയ്യിലുണ്ട്, അത് മനസ്സിൽ വിചാരിക്കുക. തിരിച്ചോളാം. പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാറ്റൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തിലു മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമി തിമൃതൈ. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമി തിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര 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 ചെറുതിര തുള്ളും, തിര 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 മറുതിര തുള്ളും. ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിര തുള്ളും, തിര 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 മറുതിര തുള്ളും. ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര, തിര ചെറുതിര തിര മറുതിര. തിര കരയോട് തിരമല്ല കടലിന്റെ കഥ ചൊല്ലി. തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി. അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുര
പദം പറഞ്ഞിനി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ നീളം കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. മുഹമ്മദ് കാക്കട കൊമ്പം മീശ കണ്ട് കൽബ് പേടിച്ച് വീടൊരു പാത്തും മാമ കോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കട കൊമ്പം മീശ കണ്ട് കൽബ് പേടിച്ച് വീടൊരു പാത്തും മാമ കണ്ടെങ്കിൽ ഞാൻ എന്നിലെ മോഹമില്ല മാറോട് ചേർത്തുമില്ലും നീയില്ലെങ്കിലും ജന്മമില്ലെന്നു ഞാൻ ആദരമായി ഒഴിഞ്ഞിടും. ആലിംഗനങ്ങൾ കൊണ്ടുമേ മൂടിടും ചന്ദനച്ചോലയിൽ ഉങ്ങിനീരാടിയിൽ ഇടമാക്കിടാനേ ഉറക്കമായോ വൃശ്ചികരാത്രി തന്നെ പിച്ചക പന്തലിൽ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ നീളം കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അലകടലയല ഇളകുമ്പോൾ നുരപദ നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അലകടലയല ഇളകുമ്പോൾ നുരപദ നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവലതയും തേൻ കണ്ടു ഞാൻ അലരേ തേൻ കണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവലതയും തേൻ കണ്ടു ഞാൻ അലരേ തേൻ കണ്ടു ഞാൻ.
അമൃതജലശേഖരം നയനമദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നു പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ കണ്ടു ഞാൻ അലരേ തേൻ കണ്ടു ഞാൻ मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया प्यार की गलियां बागों की कलियां सब रंग रलियां पूछ रही है प्यार की गलियां बागों की कलियां सब रंग रलियां पूछ रही है गीत पनघट पे किस दिन गाएगी तू मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया फूल से खिल के पास आ दिल के दूर से मिल के चैन आए फूल से खिल के पास आ दिल के दूर से मिल के चैन आए और कब तक मुझे तड़ आएगी तू मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया
क्या है भरोसा आशिक दिल का और किसी पे ये आ जाए, क्या है भरोसा आशिक दिल का और किसी पे ये आ जाए। आ गया तो बहुत पहुंचाएगी तू, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया, चलिया तू चलिया, चलिया तू चलिया, चलिया तू चलिया। അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കുമ്പോൾ അമ്പാടി ചെന്നാലെന്ന പോലെ, അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കുമ്പോൾ അമ്പാടി ചെന്നാലെന്ന പോലെ, ഓംകാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ, ഓംകാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ, അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കുന്നു അമ്പാടി ചെന്നാലെന്ന പോലെ. മതിലകത്തെ മണൽപ്പരപ്പിൽ താമര മലർമൊട്ടുപോൽ കണ്ടു കാലടികൾ, മതിലകത്തെ മണൽപ്പരപ്പിൽ താമര മലർമൊട്ടുപോൽ കണ്ടു കാലടികൾ, പുലരൊളി ദേവാരമന്ത്രമായി ചൊല്ലുന്നു, പുലരൊളി ദേവാരമന്ത്രമായി ചൊല്ലുന്നു, പൂന്താനം പാടിയോരീരടികൾ, അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു അമ്പാടി ചെന്നാലെന്ന പോലെ, ഓംകാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ, അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു അമ്പാടി ചെന്നാലെന്ന പോലെ.
ചുറ്റിലും മേയുന്നു മോഹങ്ങൾ ആർത്തിയോടെ മേതുരശ്രീയെഴും കണ്ണന്റെ ചുറ്റിലും മേയുന്നു മോഹങ്ങൾ ആർത്തിയോടെ കൈതൊഴുന്നു കർമ്മബന്ധങ്ങൾ ഞങ്ങളെ കൈവിടലേ എന്ന് തേങ്ങലോടെ കൈതൊഴുന്നു കർമ്മബന്ധങ്ങൾ ഞങ്ങളെ കൈവിടലേ എന്ന് തേങ്ങലോടെ അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കുന്നു അമ്പാടി ചെന്നാലെന്ന പോലെ അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കുന്നു അമ്പാടി ചെന്നാലെന്ന പോലെ ഓംകാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ ഓംകാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കുന്നു അമ്പാടി ചെന്ന എന്ന പോലെ. എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് വയസ്സൊക്കെ ചെറുതായമായി തോന്നി. പിന്നെ എന്താണ്, നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഭയങ്കര ഹെൽപ്പിങ്, വെരി അഫെക്ഷനേറ്റ് അല്ലേ? ബാഗ് പിടിക്കാനെങ്കിലും എല്ലാത്തിനും കൈ പിടിക്കാനും. പിന്നെ അതുകൊണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും വരാൻ തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പോൾ മറ്റേത് കഴിഞ്ഞിട്ടില്ല, മെട്രോ, അതുകൂടി ഉഷാറായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സിനിമ സാറിന് ബുദ്ധിമുട്ടായോ? അവിടെ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്റ്റെപ്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്റ്റെപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായത്. കയറ്റാം ഇറക്കാൻ വലിയ വിഷമം ഉണ്ടായില്ലേ തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ സാധാരണ കയറാറില്ല സ്റ്റെപ്സ്, അതുകൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ബീനയെ പറ്റി ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ മാതിരി ബീന എല്ലാവിടെയും എത്തുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി അല്ലേ, ഓൾ ഷീസ് അറ്റൻഡിങ് ടു എവറി സ്മോൾ ഡീറ്റെയിൽസ്. അത് പറയാതെ വയ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ. ബൈ, ശരി. മാഡം ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹൗസ് ബോട്ട്? ഓക്കെ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? മീൻ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം അമ്പലപ്പുഴ പോയി എല്ലാം ഇഷ്ടപ്പെട്ടു. എന്താ മാഡത്തിന് എന്താ പറയുക? കേട്ടോ, ഹൗസ് ബോട്ടിനെ പറ്റി ഭയങ്കര അഭിപ്രായം. ഓക്കെ, പിന്നെ നമ്മുടെ ഓർഗനൈസറുടെ കാര്യം പറയാനുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ വിളിക്കാം. എന്താ സാർ? പൊതുവെല്ലാം നന്നായിരുന്നു. ഈ ഏത് കുറവുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ എന്ത് കുറവുണ്ടെങ്കിലും അതൊന്നും കുറവായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടി കണ്ട് ചിരിച്ച് വർത്താനം പറഞ്ഞ് പിണങ്ങി തമാശ പറഞ്ഞ് നടന്ന കാലം ഓർത്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് കുറവ് വന്നാലും ഞങ്ങൾ അറിയില്ല. ഓക്കെ, ഞങ്ങൾക്ക് അതിന് കമന്റും ഇല്ല. എന്നാൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ സാറിന് ഇനിയത്തെ ട്രിപ്പിന് പോകുമ്പോൾ? എന്തെങ്കിലും പോകാന്നുള്ളൊരു സജഷൻ. അതാണ് സജഷൻ. മാഡത്തിന് എന്താ പറയാനുള്ളത്? നന്നായിരുന്നു. പ്രത്യേകിച്ച് ഹൗസ് ബോട്ടിലൊക്കെ വളരെ സൗകര്യം. നല്ലായിരുന്നു. പിന്നെ സ്പീഡ്
സ്പീഡ് ബോട്ടിൽ പോകാൻ പറ്റി. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. മാഡം മാത്രമാണ് നമ്മുടെ ഇത്തവണത്തെ സ്പീഡ് ബോട്ടിൽ വന്നത്. അത് നമ്മൾ നോട്ട് ചെയ്യണം. അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ നെക്സ്റ്റ് ടൈം അല്ലേ. ഇത്രയും പ്രായത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രായം പറഞ്ഞ ക്യാമറമാനെ കിട്ടും, അതുകൊണ്ട് അത് പറയരുത്. ഓക്കെ ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആസ് യൂഷ്വൽ യു ആർ ലുക്കിംഗ് ആഫ്റ്റർ വാസ് വണ്ടർഫുൾ. ഓക്കെ, കോർഡിനേറ്ററെ കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് പറയാനുണ്ടോ? നടക്കില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റുവെച്ചാൽ ഞങ്ങൾ പോവില്ല. ഇതിനൊരു ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് മാത്രം പോയി. ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡ്, സർവീസ് യാതൊരു റിട്ടേണും പ്രതീക്ഷിക്കാതെ സർവീസ് മാത്രമായിട്ട് നടക്കുന്ന നിങ്ങളെ കൂടെ നമ്മൾ കംഫർട്ടബിൾ ആണ്. അതിന് ഞാൻ സംശയം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം കാണുന്നവരെ. അതെ അതെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്വന്തം അഭിപ്രായം? വളരെ ഇതായിരുന്നു. പിന്നെ നമ്മളെ ആ എന്താ തിരക്ക് പിടിച്ച ബന്ധപ്പിടിച്ച് അങ്ങനത്തെ ഒരു ചുറ്റുപാട് നിന്നൊക്കെ വിട്ടുകൊണ്ടൊരു 3 ദിവസം വളരെ ഇതായിരുന്നു. പിന്നെ ഇത് പ്ലാൻ അറേഞ്ച്മെന്റ് മോശമായിരുന്നു. അയ്യോ, അത് വളരെ പ്ലാൻഡ് ആണ്. ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് എനിക്ക് അറിയില്ല എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഓർഗനൈസേഷൻ ഓർഗനൈസ് ചെയ്ത് ഫാന്റാസ്റ്റിക് ഓർഗനൈസിങ്, അത് സമ്മതിക്കണം. പിന്നെ അതിനെല്ലാം ബീന മേഡത്തിന് നമ്മള് വെറുതെ പേര് കൊടുക്കുക വന്നിരിക്കുക കേട്ടോ. ബാക്കിയെല്ലാം ഒന്നും അറിയണ്ട. പിന്നെ ട്രിപ്പ് ഭയങ്കരമായിട്ട് നന്നായി എൻജോയ് ചെയ്ത്, ബോട്ടിങ് ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ വരാൻ പറ്റി, അത് ഒരു വലിയൊരു അനുഭവമാണ്. നന്നായിരുന്നു. നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ. മാഡം, ഇത്തവണത്തെ ട്രിപ്പിനെ പറ്റി എന്താ പറയുക? കാരണം നിങ്ങൾ ഒരുപാട് ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട്. ബീന മാഡത്തിനോടൊപ്പം നിങ്ങൾ എല്ലാവരും കൂടി ഒരുപാട് എൻജോയ് ചെയ്തു. ഇത്തവണത്തെ ട്രിപ്പിനെ പറ്റി ഇത്തവണത്തെ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു കൂട്ടായ്മ, എല്ലാവരും കൂടെ ഉള്ള ആ സന്തോഷം. ഇത് നമ്മുടെ വീട്ടിൽ കിട്ടില്ല. അതാണ് ഇങ്ങോട്ട് പോയിന്റ്. വീട്ടിൽ പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകുമ്പോൾ അവരെ വൈബ് വേറെയാണ്. അവർ പിന്നെ കൊണ്ടുപോകുന്നില്ല, വേറെ കാര്യം കൊണ്ടുപോകും. പക്ഷേ അവരെ കൂടെ നമുക്കത് ചേർച്ച് ബുദ്ധിമുട്ടില്ല. ഇത് കിട്ടും നമ്മുടെ സമപ്രായക്കാർ, നമ്മുടെ ഏകദേശം മനസ്സിലുള്ളത്. ഇവരുടെ കൂടെ ചേരുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്? നമ്മളാവുന്നത്. നമ്മുടെ മുഴുവൻ ആഘോഷവും പുറത്തെടുക്കാൻ പറ്റുന്നത്, അത് എൻജോയ് ചെയ്യുന്നത്. ഇതിലപ്പുറം ഇത് വേണം. ഇത് നിങ്ങൾ 2 ചിക്കന്മാരില്ലേ ഞങ്ങളെ നോക്കാൻ. പിന്നെ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. ഹൗസ് ബോട്ട് നല്ലതായിരുന്നു. ഹൗസ് ബോട്ട് ഭക്ഷണം കേട്ടോ, അതൊരു ചേഞ്ചാണ്. പിന്നെ അത് വൈകുന്നേരത്തെ അല്ല, ഹൗസ് ബോട്ടിൽ തന്നെയുള്ള ഡാൻസ് പാട്ടൊക്കെ ഉണ്ടായില്ലേ, ഐ എൻജോയ് വെരി മച്ച്. അത് നല്ലത്. വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് സജഷൻ. കോർഡിനേറ്ററെ പറ്റി 2 വാക്ക്. അയ്യോ, കോർഡിനേറ്ററെ പറ്റി പറയാൻ വാക്കുകളില്ല മോനെ. അത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരുവാണ്. ആ കോർഡിനേറ്റർ ഇല്ലെങ്കിൽ ഞങ്ങളില്ല, ഈ ബാച്ച് മീറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. ഈ കോർഡിനേറ്റർ മാത്രമാണ് ഇതിൻ്റെ ഇത്. ഞങ്ങളിങ്ങനെ സംഘടിപ്പിച്ച് പോകാൻ കഴിയില്ല. ഇതുപോലെ ആവില്ല ഒരിക്കലും. അത് ഇതിനെ എങ്ങനെ പൊന്തിച്ചാലും ചെയ്യുക, തൊഴണം. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. നമുക്ക് അടുത്ത പ്രാവശ്യം കാണുന്നവരും ബൈ ബൈ. അടിപൊളിയല്ലേ? എന്താണ് എന്താണ് ചഞ്ചലും രജേഷും കൂടി അതങ്ങോട്ട് ഭയങ്കര ലൈവാക്കി കളഞ്ഞു. നിങ്ങളൊക്കെ അണിയറ ശില്പികള് ബീനേനെ സഹായിക്കണം. അയ്യോ, പറയാതെ ഹൗസ് ബോട്ടിലെ ഫുഡ് നന്നായിരുന്നു. മറ്റേ ഫുഡും കുഴപ്പമില്ല. ഹോട്ടലിലെ ഹൗസ് ബോട്ടിലെ ഫുഡാണ് ഏറ്റവും നന്നായിരുന്നത്. നമ്മൾ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ? കുറച്ച് ഉപ്പ് ചേർക്കണം എന്നല്ലോ. നമുക്ക് ആ ഷെഫിന്റെ അടുത്ത് പറയാ നീ പറഞ്ഞോ, കുറച്ച് ഉപ്പ് ചേർക്കണം. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരുപ്പോഴൊക്കെ അവർക്കുള്ളൊരു സന്തോഷം പറയാതെ വയ്യ. നെക്സ്റ്റ് ടൈം കാണുന്നവര് ഇനി നമുക്ക് പോണം. ഹൗസ് ബോട്ട്, ഫുഡ് പറയാനില്ല.
കോർഡിനേറ്ററിന്റെ ഒരു സർപ്രൈസ്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടുന്ന് പോകുമല്ലേ? അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ ഇത് എൻജോയ് ചെയ്തു. നേരത്തെ പോകാനായി നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അവര് നേരത്തെ പോവുകയാണ്. ഓക്കെ ഓക്കെ. അപ്പം ഇനി നമുക്ക് അടുത്ത ട്രിപ്പിന് കാണാം. ഓക്കെ, കുറച്ച് ബാക്കോട്ട്. യെസ്, നമ്മള് സനത് സാറിന്റെ പാട്ടൊക്കെ കേട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ചോദിക്കുകയാണ്, ഇത്തവണത്തെ എങ്ങനെയുണ്ടായിരുന്നു? പൊതുവെ സ്പോട്ടിൽ പോയി പിന്നെ കുറേ സ്ഥലത്ത് കറങ്ങി, പിന്നെ ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് മെട്രോ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും വളരെ നല്ലതാണ്, എക്സലൻറ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തു, നല്ല രീതിയിൽ എല്ലാവരും കെയർ എടുത്തു. നല്ല നല്ല സ്ഥലത്തൊക്കെ നല്ല പാട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. ചന്ദ്രനെ പോലെയുള്ള നല്ല പാട്ടുകാരുടെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. രജീഷിന്റെ പാട്ടും ഞങ്ങളെ. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് പോയതൊക്കെ നല്ല ഫുഡാണ്. ഹോട്ടലിലെ ഫുഡ് മാത്രം അത്ര ഒരു അതേത് ഹോട്ടലിൽ താമസിച്ചു, ബാക്കിയെല്ലാം നല്ലത്. അത് നോട്ട് അപ് ടു 4 സ്റ്റാർ, 4 അല്ല 3 ബാക്കി എല്ലാം ഓക്കെ, വെരി മച്ച് ഓക്കെ. ഇനിയിപ്പോൾ ഏപ്രിലിൽ ഞങ്ങൾ എല്ലാ ടെമ്പിലും വെരി എക്സലന്റ് ഓർഗനൈസർ ആൻഡ് വെരി സിൻസിയർ ഓൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണുന്നവരെ വളരെ എൻകറേജിങ്. മുമ്പ് ബീനെ ഞാൻ കുറേ ഫോറിൻ ടൂർ പോയതാണ്. അപ്പോൾ അതാണല്ലോ ഞാൻ ഇത്തവണ വരാൻ കാരണം. പക്ഷെ ആദ്യം നോ പറഞ്ഞ, പക്ഷെ ഇപ്പം പെട്ടെന്ന് എനിക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ചാൻസ് കിട്ടി. അങ്ങനെ പെട്ടെന്ന് വന്നതാണ്. നമ്മുടെ ഹൗസ് ബോട്ട് ഫുഡ്, അയ്യോ ഇതൊക്കെ ബോട്ടിങ് നല്ല എക്സലന്റ് ആയിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഭയങ്കര നല്ല അറേഞ്ച്മെന്റ് ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. അത് കൂടുതൽ ഇൻട്രസ്റ്റ്. എന്നാൽ എനിക്ക് കയറുമ്പോൾ എന്നൊക്കെ ഭയങ്കര പേടിയാണ്. അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. അതാണ് എനിക്ക് മാഡത്തിന്റെ അഭിപ്രായം. ഞാൻ എനിക്കത് നമ്മളാദ്യമായിട്ടാണ് സെക്കൻഡ് ടൈം നമ്മൾ സിറ്റി വൺ ഡേ ടൂറിന് നമ്മൾ ബീച്ചിലൊക്കെ പോയി കാപ്പാട്. ഓക്കെ, ഇത്തവണത്തെ ട്രിപ്പിനെ പറ്റിയിട്ടുള്ള ഓവറോൾ ഒരു അഭിപ്രായം? എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് ഇങ്ങനെ ഒരു 3 days ട്രിപ്പ് ഉള്ളത്. ഐ എൻജോയ്ഡ് ഫുള്ളി, നല്ല ഹാപ്പി. ബിക്കോസ് എൻ്റെ കൊളീഗ്സ് ആണ് ഫുള്ളുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും ഹാപ്പി ആയിട്ട് എല്ലാം എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ബീന സച്ച് എ വണ്ടർഫുൾ ഓർഗനൈസർ. വേറെ ആർക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ് ആൻഡ് ഐ വാണ്ട് ടു ബി ദ പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ് again and again and enjoy. Okay, thank you. ഉറക്കത്തിലല്ല കേട്ടോ, എന്നാലും രണ്ട് വാക്ക് എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഇത്തവണത്തെ എന്ന് പറയാം? എന്നാലും പൊതുവെ നമ്മളെ ഹൗസ് ബോട്ട്, പിന്നെ അമ്പലത്തിൽ പോയി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസ് ആയിരുന്നു അധികം. ഇതുവരെ കാണാത്ത പല സംഭവങ്ങൾ. ഓക്കെ, ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, എല്ലാ ഫുഡും തന്നെ ഒരുവിധം അടിപൊളിയായിരുന്നു. ഓക്കെ, നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു. നല്ല കറി, ടൈംലി കിട്ടിയത്. മാഡം ഉറക്കത്തിലാണോ? ഉറക്കമൊന്നുമില്ല. അത് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ചൊരു ഉറങ്ങുമല്ലോ, അതാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. എന്തായാലും ഇത്തവണത്തെ ട്രിപ്പ് എങ്ങനെയാണ്? അതാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇത്തവണത്തെ ട്രിപ്പിനെ പറ്റി മാഡം 2 വാക്ക് പറയും. അതെന്താ വെച്ചാല്, ഞാൻ ശരിക്കും ആലപ്പുഴ പഠിച്ചതാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ പഠിക്കുമ്പോൾ ഇവിടെ കുറേ ഇവരെല്ലാം പോയിട്ടുള്ളതാണ്. ഈ ബോട്ടിലൊക്കെ ഹൗസ് ബോട്ടിലും ഒക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ആദ്യം വരുന്നില്ലെന്ന് വിചാരിച്ചാണ്. എല്ലാവരും കൂടെ ഉള്ള ഒരു അതിനു വേണ്ടി മാത്രം വന്നതാണ്. പിന്നെ നന്നായിട്ട് നമ്മുടെ ഡാൻസ്, പിന്നെ പാട്ടും ഡാൻസും പിന്നെ സ്ഥിരം ഉള്ളതാണ്. ഇന്നലത്തെ പിന്നെ കുറച്ചുകൂടി നന്നായിരുന്നു.
ഞാനിനി വരുമ്പോൾ കുറേ പാട്ട് പഠിച്ചിട്ടുണ്ട്. യെസ് കാണുന്നവരും എക്സലൻസ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത്ര വരെ നമ്മൾ യാത്ര ചെയ്തു. നമുക്കിനി നമ്മൾ വാട്ടർ മെട്രോ കൂടി പോയി വൈകുന്നേരം വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഓക്കെ. അപ്പോൾ ഇതുവരെ നമുക്ക് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വാട്ടർ മെട്രോ മാത്രമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഹൗസ് ബോട്ട് അല്ലെങ്കിൽ ഹൗസ് ബോട്ടൊക്കെ അടിപൊളിയല്ലേ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരുടെ പാട്ടുകളും ചഞ്ചൽ റിതേഷ് ഒന്നും പറയേണ്ട വേലായിട്ട് എല്ലാവരും പാട്ടുകളും ഇവരുണ്ടായി. നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ ബോട്ടിൽ എല്ലാവരും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണുന്നവര് ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ വന്ദേ ഭാരതിൽ കയറി ആലപ്പുഴ എത്തി. ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ മാരാരിക്കുളം ബീച്ചിലേക്ക് വിട്ടു. അത് ഹോട്ടലിൽ നിന്നൊരു അരമണിക്കൂർ ദൂരം. ഒരു ബ്യൂട്ടിഫുൾ സ്ട്രെച്ച് ഓഫ് ബീച്ചായിരുന്നു. എല്ലാവരും അസലായി എൻജോയ് ചെയ്തു. കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. സാറുമാരൊക്കെ വെള്ളത്തിൽ കളിക്കുന്നതും നടക്കുന്നതും എല്ലാം കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്ന് നമ്മളൊരു ഗെറ്റ് ടുഗെദർ അറേഞ്ച് ചെയ്തിരുന്നു അവിടുത്തെ ഹാളിൽ. നോക്കുമ്പോൾ അവിടെ അന്ന് ഒരാളുടെ ബർത്ത്ഡേ ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് കട്ടിങ്, ദാറ്റ് വാസ് എ സർപ്രൈസ് ഇവന്റ്. ആൻഡ് അത് കഴിഞ്ഞ് കുറേ പേര് എല്ലാവരും പാട്ടൊക്കെ പാടി. സാറുമാരെല്ലാവരും വളരെ ഇതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡിന്നറിന് വേണ്ടി കിടന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ബോട്ടിങ്ങിനാണ്. ഹൗസ് ബോട്ട് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ആ ഹൗസ് ബോട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത ബോട്ടും നല്ലതായിരുന്നു, അതിൻ്റെ ആംബിയൻസ് നന്നായിരുന്നു. ഫുഡ് വാസ് എക്സലന്റ് സ്പ്രെഡ് ഓഫ് ഫുഡായിരുന്നു. പിന്നെ നമ്മൾ തീരെ പ്ലാൻ ചെയ്യാത്തൊരു കാര്യം കൂടെ അതിനകത്ത് വന്നു. എന്ന് വെച്ചാൽ സ്പീഡ് ബോട്ടിലുള്ള ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ്. അത് ഞങ്ങൾ അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഈ സ്പീഡ് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിലിങ്ങനെ വരുന്നുണ്ട്. അപ്പം ദെൻ നമുക്കത് എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് നമ്മൾ ട്രിപ്പ് കൊണ്ടുപോകാം. അങ്ങനെ ചോദിച്ചപ്പം നമുക്കൊരു 4 പേര് റെഡിയായി വന്നു. പലർക്കും ഭയം തോന്നിയത് കൊണ്ടും പിന്മാറി. അങ്ങനെ ഞങ്ങൾ 4 ധൈര്യശാലികൾ അതിനുവേണ്ടി പുറപ്പെട്ടു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ്. ഹൗസ് ബോട്ടിൻ്റെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിച്ചു വന്ന് നേരെ വിട്ടത് എവിടേക്കാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ ആളുകൾ പോയത് കാണാൻ പ്രേമലു. പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷനായിരുന്നു ഈ പ്രേമലു കാണാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ പ്രേമലു കാണാൻ പോയി. അവിടെ ആ തിയേറ്ററിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ ലിഫ്റ്റ് ഇല്ല. പക്ഷെ കഷ്ടപ്പെട്ട് കോണിയെല്ലാം കയറി ഞങ്ങൾ പോയി പ്രേമലു കാണാൻ വേണ്ടിയിട്ട്. അതും എല്ലാവരും എൻജോയ് ചെയ്തു. അസൽ മൂവി മീൻസ് ഭയങ്കര ഇങ്ങനെ പറയാനില്ലെങ്കിലും വളരെ അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ വന്നു. ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായി നല്ല റെഡ് ഡ്രസ്സസൊക്കെ ഇട്ട് നേരെ പോയത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട്. അങ്ങനെ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയി. അവിടുത്തെ കുറേ ഹിസ്റ്ററിയൊക്കെ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡ് അതെല്ലാം പറഞ്ഞു തന്ന് നമുക്കതെല്ലാം കാണിച്ചു തന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പായസവും കുടിച്ച് ഹോട്ടായിട്ടുള്ള പായസം നമുക്കൊരു 12-1 മണിക്കൊക്കെ കിട്ടും. അപ്പോൾ അമ്പലപ്പുഴയിൽ നിന്നുള്ള പാൽപ്പായസവും കുടിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര അവിടുത്തെ കഴിഞ്ഞ് മടങ്ങി കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളൊരു വാട്ടർ മെട്രോ യാത്രയും കൂടി പരിപാടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയക്കുറവുകൊണ്ട് ഞങ്ങൾക്കത് ഒഴിവാക്കേണ്ടി വന്നു. പക്ഷെ വിഷമിക്കണ്ട, ഞങ്ങൾ ഉടനെ തന്നെ ആ വാട്ടർ മെട്രോ ചെയ്യാൻ വേണ്ടി